പക്ഷേ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 100 വർഷം മുമ്പുള്ള കേരളത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കും. നമുക്ക് മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പിന്നെ സ്ത്രീ പുരുഷ ബന്ധങ്ങളും ലൈംഗിക ബന്ധങ്ങളും ഒക്കെ ആയിരുന്നു കേരളത്തിൽ. അപ്പം അതിങ്ങനെ സൊസൈറ്റിയിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇതിനകത്ത് വ്യക്തിയാണ് ഇതിനകത്ത് ഒരു വെല്ലുവിളി നേരിടുന്നത്. വ്യക്തി നിശ്ചയിക്കണം എങ്ങനെയായിരിക്കണം എൻ്റെ ജീവിതം. അത് എന്നും അന്നും ഇന്നും എന്നും ഇനി എത്ര കാലം വന്നു കഴിഞ്ഞാലും ഈ വ്യക്തിക്ക് എന്താണ് വേണ്ടതെന്ന് നിശ്ചയിക്കണം. അവന് സുഖം വേണോ അസുഖം വേണോ എന്ന് നിശ്ചയിക്കുക. സിമ്പിളാണ് സാധനം. എനിക്ക് ഇന്ന രീതിയിലൊരു ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ പോയി കഴിഞ്ഞാൽ സുഖം കിട്ടും എന്ന് തോന്നുകയാണെങ്കിൽ പോകാം. പക്ഷേ അത് എൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുഖം കിട്ടുമെന്ന് ചിന്തിച്ചു നോക്കുക. മനസ്സിന്റെ കംഫർട്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണല്ലോ കംഫർട്ട് എന്ന് പറയുന്നത്. സുഖം അവിടെയാണല്ലോ. നിങ്ങൾക്ക് ശരീരത്തിന് കംഫർട്ട് ഉണ്ടാകണമെങ്കിൽ അറിയുന്നത് മനസ്സുകൊണ്ടല്ലേ അറിയുന്നത്, അല്ല ശരീരം കൊണ്ടല്ലോ അറിയുന്നത് അല്ലേ? ഒരു നല്ല കംഫർട്ടായിട്ടുള്ള ഒരു കുഷനുള്ള സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോൾ കൊള്ളാം എന്നറിയുന്നത് മൈൻഡാണ് അറിയുന്നത്. മൈൻഡ് മാത്രമേ ഉള്ളൂ പ്രശ്നം, ശരീരം പ്രശ്നമല്ല വരുന്നത്. അപ്പൊ ഈ ഓരോ തവണ ഇയാൾ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ഭാര്യയെ കാണുമ്പോഴും കുട്ടികളെ കാണുമ്പോഴും അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം ഉണ്ടാവും. ഇങ്ങനെ ഒരു അവസ്ഥ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു സിനിമയിൽ എങ്ങനെ ഒരു ഈ പറഞ്ഞതുപോലെ ആത്മാഭിമാനമില്ലാത്ത ഒരു വ്യക്തിയാണ് തൻ്റെ കുട്ടികളെങ്ങനെ തൻ്റെ മുഖത്ത് നോക്കൂടൂ എന്നെങ്ങാനുള്ള ഒരു ഡയലോഗ് കേൾക്കുന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഡയലോഗ് കേൾക്കുന്ന സമയത്ത് ഇയാളുടെ കുട്ടികളോട് തിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് സന്തോഷമായിരിക്കുമോ ആത്മാഭിമാനമായിരിക്കുമോ തോന്നുക, അതോ ആന്തരിക സംഘർഷമായിരിക്കും? സംഘർഷമായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഇത് വ്യക്തി നിശ്ചയിക്കണം, വ്യക്തിക്ക് സുഖം വേണോ അതോ അസുഖം വേണോ എന്നുള്ളത്. സുഖം വേണമെന്ന് നിശ്ചയിക്കുന്നവർക്ക് ഈ ലോകത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇനി എത്ര യുദ്ധം നടന്നു കഴിഞ്ഞാലും സുഖം ലഭ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്തുള്ള ഒരു ഡിസിഷനാണ് വേണ്ടത്. ഇത് വേണോ അത് വേണോ. ഇപ്പൊ വിജയുടെ മുമ്പിൽ നേരിടുന്ന ഒരു പ്രശ്നം അതാണ്. വിജയ്ക്ക് കാശ് കൊണ്ടയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അല്ലേ? കോടാന കോടികൾ, ഫെയിം എല്ലാവരും അറിയുന്നു കാണുന്നു. പക്ഷെ അയാൾക്ക് എവിടെയോ അയാളുടെ മനസ്സിന് എന്താ പറയുക, താളം തെറ്റി സന്തോഷം കിട്ടുന്നില്ല. സംഗീതയിലേക്ക് നോക്കുമ്പോൾ തൃഷയിലേക്ക് നോക്കുന്ന സുഖം കിട്ടുന്നില്ല. എന്നാൽ ഇയാളുടെ കുടുംബം ഭിന്നിച്ചു പോകുന്നതിന് ഇയാൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിന് പോകുന്ന പലരും, ഏതാണ്ട് 99% ആൾക്കാരും ഇത് ഭാര്യയിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്? കുടുംബം തകരുമെന്നുള്ള. അപ്പൊ കുടുംബം വേണം, അതാണ് എനിക്ക് സുഖം എന്നുള്ള അറിയാം. പക്ഷെ അപ്പോഴും ഈ എക്സ്ട്രാ മാരിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു അഡീഷണൽ സുഖം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും താല്പര്യം ഇത് തന്നെയാണ്, കുടുംബം കൊണ്ടുപോകണം. പക്ഷെ കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഈ വ്യക്തിക്ക് അറിയാതെ വരുന്നു. ആ അറിവില്ലായ്മയിലേക്ക് വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇപ്പം വിജയ് നേരിടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, വിജയ്ക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി, ഇപ്പൊ എന്ത് ചെയ്യണമെങ്കിലും സാമ്പത്തിക ശേഷി, ഫെയിം ഉണ്ട്. പക്ഷെ എന്നാലും വ്യക്തി എന്ന നിലയിൽ അയാളുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ആന്തരികമായ ഒരു ശൂന്യതയുണ്ട്. ഈ ശൂന്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പുള്ളി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. അല്ല അവിടുത്തെ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയൊന്നുമല്ല. തൻ്റെ ഉള്ളിൽ എല്ലാം നേടി ഈ ഭൗതികമായിട്ടൊന്നും ഇനി നേടാനില്ല, പക്ഷെ എന്തോ ഒരു ശൂന്യത. അപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ചെയ്യാനുണ്ടെന്നുള്ളത് ധാരണ വരികയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും അതിനെ ഹരമാണ്, ജനങ്ങളോട്ട് കോണ്ടാക്ട് ചെയ്യുന്നു, അങ്ങനെ വരികയും ചെയ്യുന്നു. അപ്പോഴും ഇയാളൊരു അസ്വസ്ഥത അറിയുകയാണ്, ഒരു അപൂർണത അറിയുകയാണ്. അപൂർണത അറിയുമ്പോഴാണ് തൃഷ കാണുന്നത്. തൃഷ പിന്നെ അയാളുടെ സ്വപ്നത്തിലേക്ക് വരുന്നു. തൃഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖം കിട്ടുന്നു. തൃഷയെക്കുറിച്ചിട്ട് ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള രംഗങ്ങൾ ആലോചിക്കുമ്പോൾ സുഖം കിട്ടുന്നു. തൃഷയെക്കുറിച്ചിട്ട് ഒന്നിച്ച് ചിലവഴിക്കുന്ന ഇത് കിട്ടുന്നു. അതൊരു സുഖമാണെന്ന് തിരിച്ചറിയുന്നു. ഇയാൾ തൃഷ അടുത്തേക്ക് പോകുന്നു. തെറ്റ് ശരിയുടെയും പ്രശ്നമല്ല, തെറ്റും ശരിയുടെയും പ്രശ്നമല്ല. നമ്മൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് 51 അക്ഷരമുള്ള മലയാള ഭാഷയല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഈ ഭാഷ കൊണ്ട് ഒരേ രീതിയിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എപ്പോഴും പുതിയ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ പുതുമ എപ്പോഴും ഉണ്ട്. അപ്പൊ ജീവിതത്തിലെ പുതുമകൾ കണ്ടെത്താനുള്ള ശേഷിക്കുറവ് വരുമ്പോഴാണ്, അത് സെക്സിന്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്, ജീവിതത്തിന്റെ പുതിയ ഒരു സൗന്ദര്യം, അവിടെയാണ് സൗന്ദര്യം വരുന്നത്. ആ പുതിയ തലങ്ങൾ ഓരോ നിമിഷവും ഇപ്പം നമ്മൾ പല കുറി സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ അറിയാം, ഒരിക്കൽ പോലും നമ്മൾ ഒരേപോലെ സംസാരിച്ചിട്ടില്ല, ഇനി സംസാരിക്കുകയുമില്ല. എന്തോ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്, വരും. ആ വരുന്ന സംഗതിയാണ് പുതുമയെന്ന് പറയുന്നത്. അത് പുതുമ വരുന്നത് ഈ വരുന്ന ദിവസങ്ങളിലെ ഗ്യാപ്പ് കൊണ്ടായിരിക്കാം, നമ്മുടെ ചിന്തകളിലെ വ്യത്യാസം കൊണ്ടായിരിക്കാം, ഓഫീസിലെ വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പം മേഘയുടെ മുഖത്തെ ചില
പ്രകടനങ്ങളിലെ വ്യത്യാസം കൊണ്ടായിരിക്കാം, ചോദ്യങ്ങളിലെ വ്യത്യാസം. അപ്പം മേഘയുടെ ഉള്ളിലെ ചിന്തകൾ എന്നെ സ്വാധീനിക്കുന്നു, എൻ്റെ സംഭാഷണങ്ങൾ മേഘയെ സ്വാധീനിക്കുന്നു. അപ്പം ഈ പുതുമകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതുമകളെ നോക്കുമ്പോൾ സൗന്ദര്യമല്ല നമുക്കൊന്നും തന്നെ നമുക്ക് പുറത്ത് കാണാൻ പറ്റത്തില്ല. എല്ലാം പുതിയതല്ലേ കാണുന്നത്. എപ്പോഴും മനുഷ്യന് പുതിയത് കാണാനുള്ള താല്പര്യം വരും. ആ പുതിയത് കാണാനുള്ള അനുഭവിക്കാനുള്ള താല്പര്യം വരുന്നതുകൊണ്ടാണ് സംഗീതം വിട്ടിട്ട് തൃശ്ശയിലേക്ക് പോകുന്നിരിക്കുന്നത്. പക്ഷെ അയാൾക്ക് പുതിയതിനെ കണ്ടെത്താൻ അറിയില്ല എന്നുള്ളിടത്താണ് അയാളുടെ പരാജയം കിടക്കുന്നത്. മനസ്സിലായില്ല. ഉദാഹരണത്തിന് തൃശ്ശയ്ക്ക് വിജയ്ക്ക് ഇപ്പോൾ 51 വയസ്സായി. അദ്ദേഹത്തിന്റെ സംഗീത പ്രായം എനിക്ക് അറിയില്ല, എങ്കിലും ഒരു 45 വയസ്സോ ഒന്ന് കൂട്ടുക. ഈ 45 വയസ്സുള്ള തൃശ്ശയില് അദ്ദേഹം മാരേജ് ചെയ്തപ്പം കല്യാണം കഴിച്ചപ്പോഴുള്ള തൃശ്ശ 25 വയസ്സിലോ 22 വയസ്സിലോ കിട്ടിയെന്ന് വിചാരിക്കുക. ആ 22 വയസ്സിലുള്ള തൃശ്ശയല്ല 45 വയസ്സിലെ സംഗീതമല്ല 45 വയസ്സിലെ സംഗീത. ആ വ്യത്യാസമുണ്ട്. ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഉണർന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു പുതിയ ഭാര്യയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ ഭർത്താവായി മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ വരികയാണ്. അപ്പം വളരെ ചെറുതാണ് ആ മാറ്റങ്ങൾ. ആ ചെറിയ മാറ്റങ്ങൾ അങ്ങനെ വരുന്നു. അത് സൂക്ഷ്മമായ നോട്ടത്തിലൂടെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഭാര്യയുടെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, അല്ലെ ഭർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും. വിശേഷിച്ചും ഇത് ആണുങ്ങൾക്കാണ് കൂടുതൽ പ്രയോഗിക്കാൻ എളുപ്പം പരിശീലിക്കുകയാണെങ്കിൽ. കാരണം അങ്ങനെ പരിശീലിക്കുമ്പോഴത്തേക്ക് ഓരോ പുതുമകൾ ഓരോ ദിവസവും ഇങ്ങനെ അറിയാൻ പറ്റും. ഇതൊരു മാറ്റം, പുതിയ സംഗതി എന്തായിരിക്കും ഇവളെ കൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ താല്പര്യമായത്, കാരണമായത് ഇന്നലെ കണ്ട ഇന്ന സംഗതിയാണോ, ഇന്ന വായിച്ചത് ഇന്നതാണോ എന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ വാക്കുകളെ ശ്രദ്ധിക്കും. അതിനെ സംബന്ധിച്ച് ശ്രദ്ധ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഉണ്ടോ? അറ്റൻഷൻ. അപ്പൊ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് തോന്നൽ വരുമ്പോഴത്തേക്ക് അവർ വളരെ സന്തോഷവതിയാവുന്നുണ്ട്, ഊർജ്ജസ്വലയാവുന്നുണ്ട്. ആ ഊർജ്ജത്തിൽ അവരും പെരുമാറും. ആ പെരുമാറ്റത്തിനകത്ത് ആ ഊർജം തന്നെ പുതുമയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ആസ്വദിക്കുന്നു. അവിടെ നിന്നാണ് ഈ പറഞ്ഞതുപോലെ അപ്പോഴത്തേക്ക് നമുക്ക് ഈ മറ്റ് സന്തോഷം തേടി പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ ഭൂമിയിൽ ആണും പെണ്ണും ഒന്നേ ഉള്ളൂ, അല്ലേ? സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ഒറ്റ സംഗതി ഓരോന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ ഷേപ്പിലും മറ്റു കാര്യങ്ങളും വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒന്ന് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു ചില സൗന്ദര്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഈ പുതുമകൾ കാണാൻ പറ്റുക. അപ്പോൾ ഈ സൗന്ദര്യത്തിന്റെ അംശം കുറയുമ്പോഴാണ് ഇങ്ങനെയുള്ള പുതുമകൾ കാണാൻ വരാതിരിക്കുകയും പറ്റാതാവുകയും റെപ്പറ്റീഷൻ വരും. റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മനുഷ്യന് ഇത്രയും എന്താ പറയുക, ജീർണതയാണ്. ഇന്നലെ ചെയ്തതെന്ന് വീണ്ടും ആവർത്തിക്കുന്നു. അപ്പം ചത്ത സാധനമാണ് ഇന്നലെ എന്ന ചത്ത സാധനമാണ്. ആ ചത്ത ഇന്നലെ എടുത്ത് നമ്മൾ ഇന്നും കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ചത്തത് ജീർണിക്കും. ഈ ജീർണതയാണ് ബന്ധങ്ങളിൽ വരുന്ന സംഗതി. ഈ പറഞ്ഞ രണ്ട് ഭാഗത്തു നിന്നും ഈ പറഞ്ഞ ഒരു എഫേർട്ട് ഉണ്ടായാൽ മാത്രമേ ഈ പുതുമ കൊണ്ടുവരാൻ. വിശേഷിച്ചും ആണുങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ എഫർട്ട് വേണ്ടി വരും. കാര്യം അത് സ്ത്രീകൾക്ക് വളരെ എളുപ്പമാണ്. ഈ ശ്രദ്ധ കിട്ടി, ഉദാഹരണത്തിന് 3 മക്കളുമായിട്ട് തമിഴൻ്റെ കൂടെ ചില സ്ത്രീകൾ ഓടിപ്പോകുന്നതും പത്രത്തിൽ വാർത്ത വരുന്നുണ്ട്. ബംഗാളികൾ ഓടിപ്പോകുന്നുണ്ട്. ഈ 3 കുട്ടികളുണ്ടാവുന്നതും വരെ ഈ മലയാളിയെ ഈ സ്ത്രീ സഹിച്ചു, അല്ലേ? അപ്പൊ ഈ 3 കുട്ടികളുണ്ടാവുന്നതും വരെ മലയാളി ഈ പെൺകുട്ടി അയാളുടെ 3 കുട്ടികളെയും പ്രസവിച്ച് വളർത്തിയിട്ട് പോലും എന്തോ അവർക്ക് നഷ്ടപ്പെടുന്നു, കിട്ടുന്നില്ല, ശൂന്യത വരുന്നു. ആ ശൂന്യത നോക്കുമ്പോഴാണ് ഒരു ബംഗാളി ഭാഷ അറിയില്ലെങ്കിൽ പോലും എവിടെയോ ശൂന്യത നിറയ്ക്കുന്നു. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോവുകയാണ്. ചിലപ്പോൾ മക്കളെ കൊന്നിട്ട്, ഒരു ബാങ്ക് ഓഫീസർ ചെന്നൈയിലുണ്ടായിരുന്നേ, മക്കളെ കൊന്നിട്ട് കാമുകൻ്റെ കൂടെ പോയി. ഭർത്താവിനെ കൊന്നിട്ട് എത്ര ഭാര്യമാർ നമ്മുടെ കേരളത്തിൽ പോകുന്നു, അല്ലേ? അപ്പൊ ഇതൊക്കെ ഈ ഒരു സംഗതി കൊണ്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾക്ക് ആണ് കൂടുതൽ എഫേർട്ട് ഇതിനകത്ത് ഇടേണ്ടി വരിക. സ്ത്രീകളെ കുറ്റം പറയേണ്ട കാര്യമില്ല. സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഈ സ്വമേധയ അവർ എക്സ്ട്രാ മാരിറ്റലിന് പോകാൻ പൊതുവെ സാധ്യത കുറവാണ്. പ്രൊവൈഡഡ് അവർക്ക് ആ വാക്വം ഫീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധ തന്നെയാണ്. ഇപ്പം നിങ്ങൾ പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇപ്പം മേഘയും ഒരു സ്ത്രീയാണ്, ഞാൻ പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓരോ ബന്ധങ്ങളിൽ ഓരോ വീടുകളിൽ പോയി ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ ശ്രദ്ധ കിട്ടായ്മയുടെ പ്രശ്നം 2 കൂട്ടർക്കും ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ ചില വീടുകളിൽ പോയിട്ട് പ്രായമായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ കൊച്ചുമക്കളായിട്ട് കളിപ്പിക്കുന്ന സമയത്ത് ഭർത്താവ്, ഈ പ്രായമായ അപ്പൂപ്പൻ ഈ കൊച്ചുമോൻ്റെ അടുത്ത് എന്തെങ്കിലും
മോനെ അങ്ങനെ കൊണ്ടുപോയി കളിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ പ്രായമായ അമ്മ പറയും അവനെ എങ്ങനെ തടസ്സപ്പെടുത്തുക, അവൻ കളിക്കട്ടെ എന്ന് പറയും. ഇത് നമ്മൾ സ്ഥിരം അപ്പൊ നമുക്കിത് കൗതുകത്തോടെ കാണാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, കുട്ടി സ്വതന്ത്രമായിട്ട് കളിക്കണമെന്നുള്ളതല്ല, മറിച്ച് ഇയാള് പറയുന്നതിന് എതിര് പറയുക, ആ ഇഷ്ടക്കേടാണ് വരുന്നത്. തന്നെ ഇയാൾക്ക് ഇഷ്ടമല്ല എന്നും ഒരു സുഖകരമായ അന്തരീക്ഷത്തിലൂടെ പോകുന്നില്ല, ആ ഒരു സിങ്ക്രണൈസേഷൻ നടക്കാൻ വരുമ്പോഴത്തേക്കാണ് അപ്പോൾ ഉടനെ അങ്ങോട്ട് അതല്ല പറഞ്ഞു അങ്ങോട്ട് അവിടെ വെള്ളം കിടപ്പുണ്ട്, ചാടി വീഴും, മറിഞ്ഞു വീഴും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും. അതെന്താ ചാടി വീഴുന്നതെന്ന് വീഴട്ടെ, കുട്ടികളല്ലേ, വീണിട്ടല്ലേ പഠിക്കണ്ടേ. ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ ചീത്തയാവുന്നത്. അപ്പോൾ ഈ കൊച്ചുകുട്ടി കേൾക്കുന്നത് മുതിർന്ന രണ്ടുപേരും തമ്മിലുള്ള ഇതാണ്. ഇത് ആ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ കുഞ്ഞിൻ്റെ സൗന്ദര്യബോധം, ആ ജീവിതം മുഴുവൻ നശിക്കാൻ അത് ധാരാളം മതി. കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇത് ഇൻസ്റ്റിലാവും. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചുറ്റും കണ്ടിട്ടുള്ള ബന്ധുക്കളുടെയൊക്കെ ഈ പറഞ്ഞ റിലേഷൻഷിപ്സ് എല്ലാം അറേഞ്ച് മാരേജുകളായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ വലിയ സന്തോഷമില്ലാതെ പ്രണയമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അറേഞ്ച് മാരേജ് എന്ന് കേൾക്കുമ്പോൾ അതിനോടൊരു വിമുഖതയുണ്ട്. കുഞ്ഞിലെ മുതൽ കണ്ടു വളർന്നത് കൊണ്ടാകാം അതിലൊരു പ്രണയമില്ലെന്നും അതൊരു യാന്ത്രികമായി പോകുന്ന ബന്ധമാണെന്നൊരു തോന്നലുണ്ട്. അത് പ്രണയം എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ടോപ്പിക്കാണ്, നമുക്ക് പിന്നെ വെച്ചാൽ മതി. പ്രണയം എന്ന് പറയുന്ന സംഗതി, ശരിക്കുള്ള പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാൻസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നൊരവസ്ഥയാണ്. ഒരു നല്ല പ്രണയം ഉണ്ടാവുന്ന ഒരവസ്ഥയിൽ ഈ പറഞ്ഞതുപോലെ രണ്ടില്ല, പ്രകർഷേണ ലയിക്കുന്നതിനാണ് പ്രണയം എന്ന് പറയുന്നത്. പ്രകർഷേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു വസ്തുവിനെ നമ്മളതിൻ്റെ ആറ്റോമിക് തലത്തിലേക്ക് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയില്ല. അതേപോലുള്ള ഒരു പ്രകർഷത സൃഷ്ടിച്ചിട്ട് രണ്ട് സംഗതികൾ ഒന്നായി, രണ്ടില്ല ഒന്നാവുന്നു എന്നുള്ളൊരവസ്ഥയ്ക്കാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്വയം വേണേൽ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും ഈ ഒരവസ്ഥയിലേക്ക്. അതായത് നമ്മൾ വേറൊരാളുടെ ആവശ്യം നമുക്കില്ല, നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സന്തോഷത്തിൽ ഇങ്ങനെ എത്തിപ്പെടാൻ കഴിയുന്നു എന്നുള്ളൊരവസ്ഥ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആർട്ടിസ്റ്റ് ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അയാളും ചിത്രവും പേനയും വരപ്പും മഷിയും നിറങ്ങളും എല്ലാം ഒന്നായിട്ട് മാറുന്നൊരവസ്ഥ വരും. അതൊരു പ്രണയത്തിൻ്റെ അവസ്ഥയാണ്. അയാൾക്ക് അവിടെ സന്തോഷത്തിന് വേറെ ഒന്നും വേണ്ട. അവിടെ ചില്ലി ചിക്കനും കുഴിമന്തിയൊന്നും കൊണ്ടുവച്ചാൽ അയാൾക്ക് സന്തോഷം കിട്ടത്തില്ല, ചിലപ്പോൾ അയാൾ കണ്ടില്ല എന്ന് തന്നെ ഇരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു, വളരെ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവിങ്ങിന് ആ കാർ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റായി മാറും. പുറത്തുള്ളവരോട് മത്സരിക്കാൻ പോവില്ല, ഉറക്കം വരില്ല, ഇതിങ്ങനെ എൻജോയ് ചെയ്ത് പോകും. നമ്മുടെ മനസ്സിൻ്റെ ഓരോ ചലനങ്ങൾ കാലുകളിലൂടെയും അതേപോലെ ഇങ്ങനെ പോകുമ്പോൾ ഒരു നല്ല ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്ന പോലെ കേട്ടുകൊണ്ട് പോകാൻ കഴിയും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് വേറൊരാൾ എന്തെങ്കിലും വന്ന് മോശത്തരം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കാണാൻ പറ്റും. ശ്രദ്ധയാണ്, അല്ലെങ്കിൽ ശ്രദ്ധയിലേ നടക്കത്തുള്ളൂ. അപ്പം നമ്മൾ സുന്ദരമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകും, ടെൻഷൻ ഉണ്ടാവില്ല, എൻജോയ്മെൻ്റ് ഉണ്ടാവും, അപകടങ്ങൾ കുറയും, ഉണ്ടാവുക തന്നെ ഇല്ല. അപ്പോൾ ഇതൊരു പ്രണയമാണ്. അപ്പം ഇങ്ങനെ പ്രണയിക്കാൻ അറിയുമ്പോഴാണ് ഒരു നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ. ഉദാഹരണത്തിന് ചില ആൾക്കാർ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇങ്ങനെ കുറേ ഡ്രൈവിംഗ് പഠിച്ചു കഴിയുമ്പോൾ വിയർത്ത് ശ്രദ്ധിച്ചൊക്കെ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, സീറ്റ് ബെൽറ്റോ നോക്കിയിട്ട് പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്തങ്ങ് പോകും. ഡ്രൈവ് ചെയ്തൊരു ഓഫീസിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ഓഫീസിൽ പോയി ആർക്കിട്ടാണ് പണി ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആലോചിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ മൈൻഡ് ഓഫീസിലിട്ട് പണി ചെയ്യേണ്ട സാധനം, അതല്ലെങ്കിൽ ഇന്നാരെ ഇന്ന വിളിക്കണോ, എപ്പോൾ വിളിക്കണം എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും. വളരെ ഈ യാന്ത്രികമായിട്ട് ഡ്രൈവ് ചെയ്ത്, എഫർട്ട്ലെസ് അല്ല, യാന്ത്രികമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകും. റോഡിൽ പലതും നമ്മൾ കാണാതെ പോകും. അപ്പോൾ അവിടെ ശ്രദ്ധ പോയി, അവിടെ പ്രണയമില്ലാതെ പോവുക. ശ്രദ്ധ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാഷണൽ ഹൈവേയിലൊക്കെ ഉള്ളൊരു പരസ്യമുണ്ട്, വളരെ അപൂർവമായിട്ടേ ഉള്ളൂ, പക്ഷെ വളരെ നല്ല പരസ്യമാണ്. ശ്രദ്ധ മരിക്കുന്നിടത്ത് മരണം ജനിക്കുന്നു. നമ്മുടെ ഉണ്ടാകുന്ന ഇന്നത്തെ ആക്സിഡൻസിൽ 99.99% ഈ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന സാധനമാണ്. മനസ്സിലായി? അപ്പോൾ ആ ഡ്രൈവിങ്ങിലേക്ക് പ്രണയം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പ്രണയത്തിലേക്ക് ഏർപ്പെടാൻ പ്രത്യേകിച്ചൊന്നിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ടീഷണലിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ചിലപ്പോൾ സ്ത്രീക്ക് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ മൂഡ് മോശമായിരിക്കാം, അതറിയാൻ പറ്റും. ഇതിന് അയാൾക്ക് എന്തോ ഒരു മാനസികമായ വിഷമമുണ്ട്, ആ വിഷമം വരുന്ന സമയത്ത് ഇന്നതാണ് കാരണം, ആ കാരണമുള്ളതിൻ്റെ പേരിൽ അവരെ ഒന്നുകിൽ വെറുതെ വിടാൻ അനുവദിക്കുകയോ അതല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കുകയോ അതല്ലെങ്കിൽ എന്താണെന്നുള്ളത് വാക്കുകളിലൂടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവരിലേക്ക് ശ്രദ്ധയും വരും,
അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ വരും. അതിനാണ് എമ്പതി എന്ന് പറയുക. അപ്പൊ ഈ പ്രണയം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ഉള്ളിൽ തന്നെയാണ് അത് ആദ്യം ഉണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും. ഇറസ്പെക്റ്റീവ് ഓഫ് അറേഞ്ച് മാരേജ് ഓർ ലവ് മാരേജ്, അതിനകത്ത് ലവ് മാരേജ് എന്ന് പറയുന്ന സാധനം ഭയങ്കര അപകടമാകാനുള്ള കാരണം എന്താ അറിയോ? ലവ് മാരേജ് ഭയങ്കര പീക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇപ്പം ഞാൻ സയൻസ് പഠിച്ചിട്ടില്ല. അപ്പം എൻ്റെ മകനും ഭാര്യയൊക്കെ അതിനകത്തൊക്കെ വിദഗ്ധരാണ്. എൻ്റെ മോളത്ര പോരാ. അപ്പോൾ ഞാൻ ഒരു ദിവസം അവനോട് പറഞ്ഞു, എനിക്ക് തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞു തരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ അത് വളരെ സിമ്പിളാണ്, അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതി ഇത്രയേ ഉള്ളൂ, ഇത്രയൊന്നും കണക്കിലാക്കി വെച്ചിരുന്നാൽ മതി. അതായത് ഒരു പള്ളി, ആ പള്ളിക്കകത്ത് ഒരു യുവാവ്, അതുകൊണ്ട് അച്ഛനായിട്ട് വേണമെങ്കിലും അച്ഛനായിട്ട് കണക്കായിക്കോളൂ, ഒരു യുവതിയായിട്ടിരുന്ന് സംസാരിക്കുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സംസാരിക്കുന്നു. സമയം പോകുന്ന അറിയത്തില്ല. ആ യുവതിയുടെ സ്ഥാനത്ത് ഒരു 85 വയസ്സുള്ള അമ്മൂമ്മയാണെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസമാണെന്ന് തോന്നും. മനസ്സിലായില്ലേ? അപ്പൊ ടൈം എന്ന ഫാക്ടറിനെ നമ്മൾ മറക്കുന്നു. ഇപ്പൊ ജീവിതത്തിൽ 2 ഘടകങ്ങളേ ഉള്ളൂ, ടൈം ആൻഡ് ടൈംലെസ്നെസ്. ഈ ടൈമിനെ എപ്പം നമ്മൾ കടന്ന് ടൈംലെസ്നെസ്സിലേക്ക് കിടക്കുന്നു, ദാറ്റ് സ്റ്റേജ് ഈസ് കാൾഡ് പ്രണയം. ഇപ്പൊ പ്രണയത്തിലിരിക്കുമ്പോൾ രാവിലെ 10 മണിക്ക് നിങ്ങൾ പ്രണയത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരിക്കാന്നിരിക്കട്ടെ, ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കത്തില്ല, വൈകിട്ട് നോക്കുമ്പോഴായിരിക്കും 5 മണിയായെന്നറിയാം. അപ്പൊ ടൈം എന്നുള്ള സാധനം നമ്മുടെ മെന്റൽ കാൽക്കുലേഷനാണ്. നമ്മുടെ ടൈം എന്നുള്ള സംഗതി ഇല്ലല്ലോ. ഉണ്ടോ? യഥാർത്ഥത്തിൽ ടൈം ഉണ്ടോ? ഇല്ല. അതൊക്കെ നമ്മുടെ മെന്റൽ കാൽക്കുലേഷനാണ്. അപ്പം നമ്മൾ എപ്പോഴും ഇടപെടുന്നത് എന്നാൽ ടൈമിനകത്താണ്, പരിധിക്കുള്ളിലാണ് ഇടപെടുന്നത്. അപ്പോൾ ഓരോ നിമിഷങ്ങളിലും നമ്മൾ ഈ ടൈമിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന സമയത്ത് അതിനകത്തൂടെ ടൈമിലൂടെ ടൈമിനെ സ്റ്റെപ്പാക്കിക്കൊണ്ട് ടൈംലെസ്നെസ് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് പ്രണയം. അങ്ങനെ അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്, നമുക്ക് മറ്റൊരു ദിവസം തീർച്ചയായിട്ടും. അപ്പൊ രണ്ടായാലും ഇപ്പം വിജയുടെ പ്രശ്നം അത് രാഷ്ട്രീയമായിട്ട് അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തെ ബാധിക്കും. തമിഴ്നാടിന്റെ ഉദാഹരണത്തിന് ഇടക്കാലത്തൊരു ട്രെൻഡൊക്കെ വന്നിരുന്നു, ചിലപ്പം വിജയ് ഭയങ്കര ത്രെട്ട് DMK ഉണ്ടാവും എന്നൊക്കെയുള്ള സ്ഥലം. അപ്പൊ DMK ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതും പ്രശ്നമായിട്ട് വരും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഈ വിഷയം തന്നെ ഒരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് മാറും. അത് ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം എങ്ങനെയാണ് തമിഴിലെ കൾച്ചർ എത്രമാത്രം എങ്ങനെ പുതിയ ജനറേഷനിലേക്ക് കൂടുതൽ വന്നിരിക്കുകയാണോ അതോ കുറവ് വന്നിരിക്കുകയാണോ എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ അറിയാൻ കഴിയും. അതുപോലെ തന്നെ വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയുമോ എന്നുള്ളതും ഇതിലൂടെ മനസ്സിലാകും. തീർച്ചയായിട്ടും.